ഞാൻ മാതൃഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ എനിക്ക് ടെലിവിഷനിലും ചില അവസരങ്ങൾ വന്നു. അത് മറ്റാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമായിട്ടോ ഒരു അസുലഭ അവസരമായിട്ടോ കാണാനും കരുതാനുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അന്ന് ഏഷ്യാനെറ്റിൻ്റെ ആദ്യകാലമാണ്. ചില ചർച്ചകളിലൊക്കെ ഞാനൊരു ഒരു ഒരു പാർട്ടിസിപ്പൻ്റ് എന്ന നിലയിൽ ആദ്യമൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നീട് നേർക്കുനേർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ചർച്ച പ്രോഗ്രാം അത് ആങ്കർ ചെയ്യുന്നതിന് അവസരം കിട്ടി. അന്ന് ന്യൂസിൻ്റെ ചുമതലയുള്ള നീലൻ, പിന്നീട് CL തോമസ് ഉണ്ട്, TN ഗോപകുമാറുണ്ട്. അവരൊക്കെ ന്യൂസ് വിഭാഗം നയിക്കുന്ന കാലത്താണ്. നീലനാണ് എന്നെ ആ ജോലി ഏൽപ്പിക്കുന്നത്. അന്ന് ഞാനും ഗൗരിദാസൻ നായരും മാറി മാറി ഈ പ്രോഗ്രാം ചെയ്തിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. ധാരാളം രാഷ്ട്രീയ നേതാക്കൾ, അല്ലെങ്കിൽ എഴുത്തുകാർ, സാമൂഹിക പ്രവർത്തകർ, അവരൊക്കെ ഞങ്ങളുടെ പരിപാടികളിൽ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. അത് ഒരു വിഷയത്തിൻ്റെ രണ്ട് ഭാഗത്തു നിൽക്കുന്ന, പക്ഷത്തും പ്രതിപക്ഷത്തും നിൽക്കുന്ന 2 പേര്, നടുവിൽ ആങ്കർ, അങ്ങനെ 3 പേര് ചേർന്നൊരു പ്രോഗ്രാമായിരുന്നു. ഒരു ചർച്ച പരിപാടിയാണ്. ചോദ്യങ്ങൾ, ഈ പങ്കെടുക്കുന്നവർ തമ്മിലുള്ള പരസ്പരമുള്ള പിന്നെ ആശയവിനിമയം, അങ്ങനെ ഒരു നല്ല പരിപാടിയായിട്ട് പോയൊരു കാര്യമായിരുന്നു. ഇപ്പോഴും ഏഷ്യാനെറ്റിൽ നേർക്കുനേറുണ്ട്. അത് വേറൊരു ഫോർമാറ്റിലാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്, പ്രേക്ഷകരുണ്ട്, അങ്ങനെയാണത് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കോടിയേരി ബാലകൃഷ്ണനെ അതിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു, അക്കാലത്ത് ഈ സ്റ്റുഡിയോ, ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ വളരെ ദൂരെയാണ്, പുളിയറക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ അവിടെ വരെയൊക്കെ വന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ എന്നോട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരിക്കൽ വാ, നമുക്കൊന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു, ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിദേശ പര്യടനത്തിന്, ഗൾഫ് പര്യടനത്തിന് പോയി. അവിടുന്ന് പോയി വന്നതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സണ്ണിക്കുട്ടി, ഇനി എപ്പോൾ വിളിച്ചാലും ഞാൻ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ വരാം, ഈ പ്രോഗ്രാമിന് വരാം. കാരണം 1000 പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ പ്രയോജനകരമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കാരണം അവിടെ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറയാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ അവസരം കിട്ടുകയാണ്. അതിൽ ധാരാളം പ്രേക്ഷകരുണ്ടായിരുന്നു എന്ന്. പ്രത്യേകിച്ച് ഗൾഫിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നമ്മുടെ മലയാളികൾ വളരെ രാഷ്ട്രീയ ബോധം ഉള്ളവരാണ്. ഈ രാഷ്ട്രീയ പരിപാടികൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. ഈ ടെലിവിഷനിൽ ചർച്ചകൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ഗൾഫിൽ നിന്നാണ്. ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ ടെലിഫോൺ സംഘടിപ്പിക്കുന്നത് പോലും അത്ഭുതപ്പെടും. ചർച്ച കഴിഞ്ഞാൽ ഉടനെ ആളുകൾ വിളിക്കും, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾ പക്ഷപാതപരമായിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ പറയണം, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്ന ആളുകൾ. അപ്പോൾ കോടിയേരിക്ക് മനസ്സിലായി ഇത് ഈ പ്രോഗ്രാമിൻ്റെ പ്രയോജനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് അദ്ദേഹം പല പരിപാടികൾക്കും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ നേർക്കുനേർ എന്ന പരിപാടിയിലൂടെയാണ് എനിക്ക് ആദ്യമായിട്ടൊരു ടെലിവിഷൻ എക്സ്പോഷർ കിട്ടുന്നത്. പിന്നീട് ഇന്ത്യ വിഷൻ വരുന്നു. ഇന്ത്യ വിഷൻ വന്നപ്പോൾ അവർ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഒപ്പം നടന്ന് എന്നുള്ളത്. ശേഖർ ഗുപ്ത അത് ന്യൂഡൽഹി ടെലിവിഷനിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഒരു അനുകരണം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടേതായ ചില മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്നോട് ചോദിച്ചു ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇത് സ്ഥാപനത്തിൽ ചോദിക്കാതെ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഇഷ്യൂ വന്നു. അതുമാത്രമല്ല, അന്ന് ചർച്ചകളിൽ പങ്കെടുക്കാൻ തുടങ്ങി ഞാൻ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു മാധ്യമപ്രവർത്തകൻ ഈ ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തത് ഞാനായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അത് സ്ഥാപനത്തിലൊരു വലിയ വിഷയമായിട്ട് മാറി. നമ്മുടെ പത്രത്തിൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ആൾ നമ്മുടെ പത്രത്തിൽ അയാൾ എഴുതുന്ന വാർത്തകൾ വരുന്നതിന് മുമ്പ് തലേന്ന് രാത്രി ഈ ടെലിവിഷനിൽ പോയിരുന്ന് രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ശരിയാണോ? ന്യായമായ ഒരു ചോദ്യമായിരുന്നു. അത് ഡയറക്ടർ ബോർഡിൽ വരെ അത് ഉണ്ടായി. പി വിച്ചന്ദൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അത് വലിയ ഒരു പ്രശ്നമായിരിക്കുകയാണ്, നീ അത് ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത് പല പരാതികളുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ചർച്ചകളിൽ പങ്കെടുത്ത് തുടങ്ങിയത്. പക്ഷേ അത് പരാതിയായപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചന്ദ്രേട്ടൻ പറയുന്ന പോലെ ചെയ്യാം, വേണമെങ്കിൽ നിർത്തിയേക്കാം എന്ന് പറഞ്ഞു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധി ഞാൻ കണ്ടത്. എന്നോട് പറഞ്ഞു, നീ അവരോട് പറ, ഇന്ത്യ വിഷൻകാരോട് പറ, നിൻ്റെ പേര് എഴുതി കാണിക്കുന്നതിൻ്റെ താഴെ മാതൃഭൂമി എന്നുകൂടി എഴുതണം. ഞാൻ പറഞ്ഞു അതവർ ചെയ്യും, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്,
ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മാതൃഭൂമിക്കും ഒരു ക്രെഡിറ്റാണ് എന്ന് വരത്തക്ക രീതിയിൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുകയും ഡയറക്ടർ ബോർഡിലൊക്കെ അത് ഇഷ്യൂ ആയപ്പോൾ ഇത് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് എനിക്ക് ഇന്ത്യ വിഷൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കാനും അവരുടെ ഈ ഒപ്പം നടന്ന എന്ന പരിപാടി ആങ്കർ ചെയ്യാനും അവസരം കിട്ടിയത്. ഈ ഒപ്പം നടന്നൊരു നല്ല അനുഭവമായിരുന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാം ആദ്യമായിട്ടാണ് മലയാളം ടെലിവിഷനിൽ വരുന്നത്. ഷൈനി ബെഞ്ചമിനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. ആദ്യം ഈ പരിപാടിയിൽ പങ്കെടുത്തത് അന്ന് സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമനാണ്. അദ്ദേഹത്തിൻ്റെ നിയമസഭാ കോംപ്ലക്സിലെ ആ വിശാലമായ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ അവിടെയാണത് ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. സാധാരണ ഈ പത്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു റിപ്പോർട്ട് എഴുതിയാൽ നമുക്കൊരു ബൈലൈൻ കിട്ടും. നമ്മുടെ പേര് വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വാർത്തയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റാർക്കും കിട്ടാത്ത ഒന്നാണെങ്കിൽ സണ്ണിക്കുട്ടി അബ്രഹാം എന്നൊരു ബൈലൈൻ കിട്ടും. പക്ഷേ ആ ബൈലൈനിലെ സണ്ണിക്കുട്ടി അബ്രഹാം വളരെ അദൃശ്യനാണ്. അയാളെ ആരും കാണുന്നില്ല, അയാളെ ആർക്കും അറിയില്ല. ഈ പേര് മാത്രം വായനക്കാർക്ക് പരിചിതമായിരിക്കും. പക്ഷേ ടെലിവിഷനിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മെ ആളുകൾ കാണുന്നു, നമ്മൾ അവരുമായിട്ട് സംവദിക്കുന്നു. ഇപ്പം ധാരാളം ആങ്കേഴ്സുണ്ട്, ധാരാളം പരിപാടികളുണ്ട്. പക്ഷേ അന്ന് വളരെ ചുരുക്കം പ്രോഗ്രാംസ് മാത്രം ഉള്ളപ്പോൾ ഈ ഒപ്പം നടന്ന് അതിൽ പങ്കെടുക്കുക, അതൊക്കെ ഒരു വലിയ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഇതൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ സ്ഥാപനത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇതിലൊക്കെ പങ്കെടുക്കുന്നതും ചർച്ചയിൽ പങ്കെടുക്കുന്നതും ഒക്കെ തന്നെ ഇഷ്യൂസായിരുന്നു. പക്ഷേ മറ്റു ചില പ്രശ്നങ്ങൾ റിപ്പോർട്ടിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നു തുടങ്ങി. അവസാനം ഞാനങ്ങനെ മാതൃഭൂമി തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു. അവിടെ ഞാൻ ജോയിൻ ചെയ്തു. 2ാം തവണയാണ് തൃശ്ശൂർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്യൂറോ നോക്കും, നന്നായിട്ട് നോക്കും. അല്ലാതെ എനിക്കവിടെ പ്രത്യേകിച്ച് ഒരു സീനിയറായ ഒരു ബ്യൂറോ ചീഫിനോട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പോൾ എന്നെക്കൊണ്ട് ശകലം ജോലി എടുപ്പിച്ചേ പറ്റുമെന്നൊരു വാശി ചിലർക്കൊക്കെ ഉണ്ടായി. അപ്പോൾ ഉടനെ അന്ന് സി ഉത്തമക്കുറുപ്പാണ് ഞങ്ങളുടെ അവിടുത്തെ അസോസിയേറ്റ് എഡിറ്റർ. ഞാൻ മാതൃഭൂമിയിൽ ആദ്യം ചെന്ന് ജോയിൻ ചെയ്യുന്നത് ശ്രീഹരിനാരുടെയും ഉത്തമക്കുറുപ്പിൻ്റെയും മുമ്പിലാണ്. ശ്രീഹരിനാർ ന്യൂസ് എഡിറ്റർ, ഉത്തമക്കുറുപ്പ് ചീഫ് സബ് എഡിറ്റർ. അന്ന് ഡെസ്കിൽ, വർക്കിംഗ് ഡെസ്കിൽ ഉത്തമക്കുറുപ്പിനെ കൂടാതെ ഞാനും 3 ട്രെയിനീസും, കൊച്ചിയിൽ ചേർന്ന 3 ട്രെയിനീസും മാത്രമാണുള്ളത്. ഞങ്ങളാണ് അന്നത്തെ പത്രം ഇറക്കിയത്. ശ്രീഹരിനാരെന്ന ന്യൂസ് എഡിറ്റർ. അപ്പം ഞാൻ തൃശ്ശൂർ ഏറ്റവും അവസാനം ചെല്ലുമ്പോൾ അവിടെ ഉത്തമാജി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഉത്തമക്കുറുപ്പാണ് അസോസിയേറ്റ് എഡിറ്റർ. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ കുറിച്ചൊരു പരമ്പര വേണം, ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു റിപ്പോർട്ട് കൊടുക്കണം. ഞാൻ ചോദിച്ചു, എന്നത്തേക്ക് വേണം ഉത്തമാജി? അല്ല, അതൊരു 4-5 ദിവസത്തിനകം നമുക്ക് തുടങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഏൽപ്പിക്കാം, അത് നമുക്ക് ഈ പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തമാജി പറഞ്ഞു, അത് സണ്ണിക്കുട്ടി തന്നെ എഴുതണമെന്നാണ് നിർദ്ദേശം. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സണ്ണിക്കുട്ടി അബ്രഹാം എഴുതിയിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള പരമ്പര മാതൃഭൂമി വായനക്കാർ വായിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ വാചകം ഇതായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി മാതൃഭൂമിയിൽ എനിക്ക് സ്ഥാനമില്ല, പിരിയുന്നതാണ് നല്ലത്. വളരെ ദുഃഖകരമായൊരു തീരുമാനമായിരുന്നു അത്. 30 വർഷത്തോളം പണിയെടുത്തൊരു സ്ഥാപനം, വേറെ എവിടെയും പണിയെടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഈ ജോലിയല്ലാതെ മറ്റൊന്നും അറിയത്തുമില്ല. പത്രപ്രവർത്തനം, വാർത്ത എഴുത്ത്, പത്രം ഉണ്ടാക്കൽ, അതല്ലാതെ എനിക്കൊന്നും അറിയത്തുമില്ല. പക്ഷേ നമുക്ക് ഒരു സ്ഥലത്ത് ഇനി സ്ഥാനമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വിടുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, 10-15 ട്രാൻസ്ഫറുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ കോട്ടയത്തു നിന്ന് ട്രാൻസ്ഫർ ചെയ്താൽ ഞാൻ പിന്നീട് കോട്ടയത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ലായിരുന്നു. തിരിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പോകും, അതല്ലാതെ അങ്ങോട്ട് പോവില്ലായിരുന്നു. അത് മാത്രമല്ല, ഞാൻ ഒരിക്കൽ പോലും എനിക്ക് തിരിച്ചൊരു ട്രാൻസ്ഫർ തരണമെന്നോ എന്നെ തിരുവനന്തപുരത്തേക്ക് വിടണമെന്നോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് വിടണമെന്നോ ഞാൻ പോയി അപേക്ഷിച്ചിട്ടുമില്ല. അതായിരുന്നു എൻ്റെ ഒരു രീതി. പക്ഷേ വിടുകയല്ലാതെ എനിക്ക് മറ്റൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് ഞാൻ അപ്പം ആരുടെയെങ്കിലുമൊക്കെ പേര് ഞാൻ പറയേണ്ടി വരും. ഞാൻ MP വീരേന്ദ്രകുമാറിനെ പോയി കണ്ട് യാത്ര പറഞ്ഞു. പിന്നെ അന്ന് ശ്രേയംസ് കുമാറുണ്ട്, MP ശ്രേയംസ് കുമാറിൻ്റെ മകൻ, അദ്ദേഹത്തെ പോയി യാത്ര പറഞ്ഞു.
അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞ് പോകരുത്, നിങ്ങളിപ്പോൾ പറയുന്ന പ്രശ്നങ്ങൾ നാളെ മാറിയെന്ന് വരാം. പക്ഷെ പി വി ചന്ദ്രൻ എന്നോട് പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതാണ് നീ ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്നാണ് ചന്ദ്രേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ രാജിക്കത്ത് വളരെ ദുഃഖഭാരത്തോടുകൂടി തന്നെ പറയാം. കാരണം എനിക്ക് മാതൃമ അല്ലാതെ മറ്റൊരു ജീവിതം അന്ന് ഉണ്ടായിരുന്നില്ല. രാവിലെ 9:30 ഇറങ്ങിയാൽ രാത്രി 9:30-10 മണിയാകാതെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തില്ല, റിപ്പോർട്ടിങ്ങിൽ പണിയെടുക്കുന്ന കാലത്ത്. മാതൃമയ്ക്ക് വേണ്ടി നന്നായിട്ട് ജോലി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ ഈ ട്രാൻസ്ഫർ പോലുള്ളതൊക്കെ വരുമ്പോൾ പോലും ആരും താൻ പണിയെടുക്കാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ ദുഃഖത്തോടുകൂടി, വേദനയോടുകൂടി, ഇനി എന്തെന്നൊരു ഉറപ്പില്ലാതെയാണ് ഞാൻ രാജിക്കത്ത് കൊടുക്കുന്നത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ സമയത്തൊക്കെ ഞാൻ ആൻ്റണിയുമായിട്ട്, AK ആൻ്റണി മുഖ്യമന്ത്രി, അദ്ദേഹവുമായിട്ട് ഒരു ചാനൽ, ന്യൂസ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, വേണ്ട, ചാനലൊന്നും ശരിയാവില്ല, കണ്ടില്ലേ CPM കൈരളി തുടങ്ങി, അവർ വലിയ ബുദ്ധിമുട്ടിലാണ്, അതൊരു തലവേദനയായിട്ട് അവർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് പിണറായി വിജയൻ ഒരുപക്ഷെ ഒരിക്കൽ അറിയപ്പെടുക കൈരളി ചാനൽ ആരംഭിച്ചതിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെയും കൂടെ പേരിലായിരിക്കും എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷെ എന്താണേലും അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. പക്ഷേ ഈ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചാനൽ വേണം, മറ്റു ചാനലുകളെല്ലാം ബയാസ്ഡാണ്, അവരാരും മറുഭാഗം പറയുന്നില്ല, മറുഭാഗം പറയുന്ന ഒരു ചാനൽ വേണം. എന്നോട് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനെ തുടർന്ന് KMI മേത്തർ, ഇമ്പായി എന്ന് പറയുന്ന ഇവരുടെയൊക്കെ പഴയകാല സുഹൃത്ത്, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, അതുപോലെ KV തോമസ്, MM ഹസൻ, ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. അപ്പോഴാണ് ഒരു വിദേശ മലയാളിയായ അനിയൻകുട്ടി ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നു, ഒരു ചാനലിൻ്റെ പ്രപ്പോസൽ. അദ്ദേഹം നേരത്തെ ഭാരത് ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങാം എന്നുള്ള നിലയിലേക്ക് അത് സ്വീകാര്യമായി. അങ്ങനെയാണ് ഞങ്ങൾ ലൈസൻസിന് അപേക്ഷിക്കുന്നത്. ഈ ഭാരത് ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കാണ് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നത്. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായി ചുമതലയേറ്റു. അങ്ങനെ ചാനൽ എയറിൽ വന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഇതൊരു കോൺഗ്രസ് ചാനലായിട്ടല്ല വിഭാവന ചെയ്തിരുന്നത്. കോൺഗ്രസിനെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, കോൺഗ്രസിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറയുന്ന ഒരു ചാനൽ എന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇത് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതുപോലെ തന്നെ ആരംഭിച്ചതിന് ശേഷമൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി, ഇതിനെ ഒരു പക്ക പാർട്ടി ചാനലാക്കി മാറ്റണമെന്നും. അന്നുപോലും കൈരളി CPMൻ്റെ ചാനലാണെന്ന് പറഞ്ഞാലും പാർട്ടിയിൽ നിന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ. പാർട്ടിക്ക് പറയാനുള്ളൂ, അദ്ദേഹമാണ് അവിടുത്തെ ഡയറക്ടർ ബോഡി പറയുക. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഈ വിദേശത്തു നിന്ന് പണം നിക്ഷേപിച്ച ആളുകളുണ്ടായിരുന്നു, അതിൻ്റെ പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ ചേർന്ന ഒരു ഡയറക്ടർ ബോർഡായിരുന്നു. വളരെ പ്രതീക്ഷകളോടെയാണ് ചാനൽ ആരംഭിച്ചത്. പക്ഷേ ഒരു പ്രൊഫഷണലിസം അറ്റൈൻ ചെയ്യുന്നതിൽ ജയ് ഹിന്ദ് വിജയിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായി. പക്ഷേ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനിടയ്ക്കുണ്ടായി. ഇത് നടത്തിക്കൊണ്ട് പോകുന്ന രീതി, അതിലൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുമായിരുന്നു. ഈ അഭിപ്രായം പറയുന്നത് പലർക്കും ഇഷ്ടമല്ല. അത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും, രാഷ്ട്രീയത്തിലായാലും മറ്റു മേഖലകളായാലും സ്വന്തമായി അഭിപ്രായം പറയുന്നവരോട് ആർക്കും താല്പര്യമില്ല. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ വളരെ സന്തുഷ്ടരാകും. അങ്ങനെ പല കാരണങ്ങളാൽ ജയ് ഹിന്ദിലെ അന്തരീക്ഷം അത്ര സുഖകരമല്ല എന്ന് തോന്നി. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്നൊക്കെ ഞാൻ ജയ് ഹിന്ദ് വിടുമ്പോൾ ധാരാളം പേര് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മാനേജ്മെൻറ്റിനെതിരായിട്ട് പറയും, കോൺഗ്രസിനെതിരായിട്ട് പറയും. ഞാൻ അതിലൊന്നും പോയിട്ടില്ല. കാരണം ഞാനത് വിട്ടു. നമ്മളവിടെ നിന്നും പോകാൻ തീരുമാനിച്ചാൽ പിന്നെ വിടുക എന്നുള്ളതാണ് പ്രധാനം. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഈ ഭാരത് ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ ചാനലിൻ്റെ ചെയർമാൻ തന്നെ പറയാം, അനിയൻകുട്ടിക്ക്
ഒരു ഡിവോഷണൽ ചാനൽ ക്ലാരിയൻ TV എന്ന പേരിൽ തുടങ്ങാനൊരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് എന്നെ കൂടെ അദ്ദേഹം വയ്ക്കുന്നു. അദ്ദേഹം ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, എന്നെയും കൂടെ വയ്ക്കുന്നു. ഇത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അറിവോടെയാണ്. അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെയും MD-യുടെയും ഉമ്മൻചാണ്ടി അടക്കമുള്ള ഡയറക്ടർമാരുടെയൊക്കെ അറിവോട് കൂടിയാണ് എന്നെ ഈ ചാനലിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. അന്നൊരു ചാനലിന് ലൈസൻസ് കിട്ടണമെങ്കിൽ അതിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി ഇരിക്കുന്നവർക്ക് 8-9 ക്ലിയറൻസ് വേണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, റവന്യൂ ഇൻ്റലിജൻസ്, IB, പോലീസ്, റോ, ചില വിദേശത്തു നിന്നുള്ളവരൊക്കെ ഉണ്ടല്ലോ, അപ്പം റോ, അങ്ങനെ 8-9 ഏജൻസികളുടെ ക്ലിയറൻസ് വേണം. ഈ ജയ്ഹിന്ദിൻ്റെ ചാനലിന് വേണ്ടി എൻ്റെ കാര്യത്തിൽ ഈ ക്ലിയറൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് പുതുതായിട്ട് ഇനി ഒരു ക്ലിയറൻസ് തേടി പോകേണ്ട കാര്യമില്ല. അനിയൻകുട്ടിയും ജയ്ഹിന്ദിൻ്റെ ഡയറക്ടറാണ്, അദ്ദേഹവും ഈ ക്ലിയറൻസ് എല്ലാം അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാകുമ്പോൾ, വേറെ ആരുമില്ല ഡയറക്ടർ ബോർഡ്, ഞങ്ങൾ രണ്ടുപേരാകുമ്പോൾ ഈ ക്ലിയറൻസ് എടുക്കാനുള്ള കാലതാമസം അത് ഒരു വലിയൊരു പ്രോസസ്സാണ്, നീണ്ട പ്രക്രിയ. അതൊഴിവാക്കി പെട്ടെന്ന് ലൈസൻസ് കിട്ടുമല്ലോ എന്നാണ് അനിയൻകുട്ടി വിചാരിച്ചത്. അത് ഇവരോട് പറഞ്ഞിട്ട് ഇവരുടെയും എൻ്റെയും ഒക്കെ അനുവാദത്തോടുകൂടിയാണ് എന്നെ കൂടെ അതിനകത്ത് വയ്ക്കുന്നത്. ഈ സമയത്ത് ഞാനൊരിക്കൽ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു സ്വകാര്യ ആവശ്യത്തിന് പോയി. അപ്പോൾ എനിക്കെതിരായിട്ടുള്ള ഒരു മൂവ് അവിടെ ശക്തിപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ അന്ന് ഞങ്ങൾക്കൊരു വേറൊരു പുതിയ CEO ഉണ്ട്. CEO പറഞ്ഞു, അല്ല സണ്ണിക്കുട്ടി ലീവ് എടുത്താണോ പോയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ചീഫ് എഡിറ്ററായിട്ടൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഞാൻ ഇതുവരെ എവിടെ പോയാലും ലീവ് എടുത്തിട്ടല്ലല്ലോ പോകുന്നത്. ഞാൻ ചോദിച്ചു, താങ്കൾ എവിടെയെങ്കിലും പോകുമ്പം ലീവ് എടുക്കാറുണ്ടോ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇതിനിടയ്ക്ക് എന്നെ ഡയറക്ടർ ബോർഡിൽ നിന്ന് മാറ്റിയിരുന്നു. അതും വളരെ തന്ത്രപരമായിട്ടാണ് ചെയ്തത്. അന്ന് കമ്പനി നിയമത്തിലൊരു വ്യവസ്ഥയുണ്ട്. അതായത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 50,000 രൂപയിൽ കൂടുതൽ ശമ്പളമുണ്ടെങ്കിൽ, അദ്ദേഹം ആ കമ്പനിയിലെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറാണെങ്കിൽ അദ്ദേഹത്തെ ഹോൾ ടൈം ഡയറക്ടറായിട്ട് നിയമിക്കണം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിക്കണം. അങ്ങനൊരു വ്യവസ്ഥയുണ്ട്. അപ്പം കമ്പനിയുടെ ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ അതിൻ്റെ അജണ്ടയായിട്ട് ഇത് വരുന്നു. സണ്ണിക്കുട്ടി അബ്രഹാമിന് 50,000 രൂപയിൽ കൂടുതൽ ശമ്പളമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ഹോൾ ടൈം ഡയറക്ടറായിട്ട് റീഡെസിഗ്നേറ്റ് ചെയ്യേണ്ടതാകുന്നു. ഇത് ഞാനും വായിച്ചു, നമ്മളോട് താല്പര്യമുള്ള മറ്റു ഡയറക്ടർമാരും വായിച്ചു. ആർക്കും ഒന്നും തോന്നിയില്ല. പക്ഷേ ബോർഡ് മീറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഇതിനെ അവതരിപ്പിച്ചത് വേറൊരു രീതിയിലാണ്. ഏതായാലും ഇങ്ങനൊരു പ്രൊവിഷനുണ്ട്. സണ്ണിക്കുട്ടി അബ്രഹാം 50,000 കൂടുതൽ രൂപ ശമ്പളം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ ആളുകൾ തയ്യാറായി വരുന്നുണ്ട്, അവരെയൊക്കെ ഡയറക്ടർ ബോർഡിൽ ഇൻഡക്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സണ്ണിക്കുട്ടി അബ്രഹാമിനെ ഒഴിവാക്കിയാൽ നമുക്ക് പുതിയ ഒരാളെ, അതായത് 2-3 കോടി രൂപയുമായി വരുന്ന ഒരാളെ നമുക്ക് ഡയറക്ടർ ബോർഡിലാക്കാൻ പറ്റും. അതെല്ലാവരും കൂടെ കൈയടിച്ച് പാസ്സായി. ഞാൻ ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്തായി. ഇതിനുശേഷമാണ് ഞാൻ ബാംഗ്ലൂർ പോയതും. അത് അനിയൻകുട്ടിയുടെ ചാനലിൻ്റെ കരാർ ഒപ്പുവയ്ക്കാനാണ് എന്നുള്ളൊരു നറേഷനൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ക്ലാരിയൻ പോലെയൊരു ടെലിവിഷനിലെ ഡയറക്ടർ ബോർഡ് മെമ്പറായ ഒരാൾ, ഓർക്കണേ അന്ന് ഇത് ലൈസൻസിന് പോലും അപേക്ഷിച്ചിട്ടില്ല, അങ്ങനെ ഒരാൾ ജയ്ഹിന്ദിൽ തുടർന്ന് പ്രവർത്തിക്കേണ്ട, ഒഴിവാക്കണം എന്നൊരു തീരുമാനം എടുത്തു. ഈ വിവരം ഞാൻ അറിയുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ഉമ്മൻചാണ്ടിയെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ജയ്ഹിന്ദിലേക്ക് വന്നത്, അല്ലെങ്കിൽ അദ്ദേഹം തന്ന ഉറപ്പിലാണ് വന്നത്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, എന്നെ മാറ്റാനായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ് അതിന് മുമ്പായിട്ട്. അപ്പോൾ പറഞ്ഞു, മാറ്റാൻ ആര് തീരുമാനിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു തീരുമാനമുണ്ട്, എനിക്ക് കൃത്യമായൊരു അറിവുണ്ട്, അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഏതോ ഒരു ബന്ധു മരിച്ചിടത്തേക്ക് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ രാജിക്കത്തൊന്നും കൊടുക്കരുത്, വന്നിട്ടേ കൊടുക്കാവൂ. അന്ന് രമേശ് ചെന്നിത്തലയാണ് ചാനലിൻ്റെ പ്രസിഡൻറ്റ്, MM ഹസൻ മാനേജിങ് ഡയറക്ടർ. അപ്പോൾ എന്നോട് പറഞ്ഞു, രമേശിനെ ഒന്ന് പോയി ഒന്ന് കാണാം, സംസാരിക്കുക, കൂടുതലൊന്നും പറയണ്ട, ഒന്ന് സംസാരിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറയുകയാണെന്ന് പോകണം എന്ന് പറഞ്ഞു. ഞാൻ
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിക്ക് ഞാൻ പുറത്തിരിക്കുമ്പോൾ അദ്ദേഹം ഹസനുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയാണ്. കാരണം ഹസനാണെന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പോയി കണ്ടല്ലേ, അത് സാരമില്ല, ഇത് നമ്മളെടുത്ത തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ രാജിവെക്കുകയാണ്. അവിടെ വെച്ച് ജയ്ഹിന്ദുമായിട്ടുള്ള ബന്ധവും അവസാനിച്ചു. ഞാൻ ജയ്ഹിന്ദിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇനി എന്താ എന്ന ചോദ്യം എൻ്റെ മുമ്പിൽ ഭീമാകാരം പൂണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ഞാൻ ജയ്ഹിന്ദിൻ്റെ ചീഫ് എഡിറ്റർ പദവിയിൽ നിന്നാണ് ഒഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതുപോലെ മറ്റൊരു സ്ഥാപനത്തിൽ അങ്ങനെ ഒരു തസ്തിക ലഭിക്കുക സാധ്യമല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുമാത്രമല്ല, ഞാൻ കൂടി നിർമ്മിച്ച ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇറങ്ങുന്നത്. ഞാൻ കൂടി എന്ന് പറഞ്ഞാൽ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലെടുത്ത് വെച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനം. ധാരാളം പ്രതിസന്ധികളെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് ആദ്യ വർഷങ്ങളിൽ. ചിലപ്പോഴൊക്കെ ഈ 3 കാം 5 കാം ഷൂട്ടൊക്കെ നടക്കുമ്പോൾ കമ്പനിയിൽ കാശില്ലാതെ ഞങ്ങൾ കടം വാങ്ങി, മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി ഞങ്ങൾ ഷൂട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അതിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു പൊസിഷനിൽ എത്തി നിൽക്കുമ്പോഴാണ് എനിക്കതിനോട് യാത്ര പറയേണ്ടി വന്നത്. ഇപ്പോൾ ഞാൻ ഒരു പുസ്തക പ്രസാധനശാല നടത്തുന്നുണ്ട്, മന്ദാരം പബ്ലിക്കേഷൻസ്. ഇതിനിടയ്ക്ക് ഞാൻ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ രചനയിൽ പങ്കാളിയായി. അദ്ദേഹം പറഞ്ഞു തരുന്നു, ഞാൻ കേട്ടെഴുതുന്നു, റിസർച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു പുസ്തകം, അത് മാതൃഭൂമി ബുക്സാണ് പബ്ലിഷ് ചെയ്ത്. കഴിഞ്ഞ വർഷം നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ അത് ഒരു ടോപ്പ് സെല്ലറായിരുന്നു. ഇതിനിടയ്ക്ക് എന്നെ വല്ലാതെ ഉലച്ച ഒരു സംഭവമായിരുന്നു എൻ്റെ ഭാര്യയുടെ അകാലത്തിലുള്ള വിയോഗം. അവർക്കങ്ങനെ കാര്യമായ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ജോലി നഷ്ടപ്പെട്ടതും അതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളും അവരെ വല്ലാതെ ഉലച്ചിരുന്നു, അതെനിക്കറിയാം. പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടായി, ഒരു ഹെമറേജ് സംഭവിച്ചു. 10-66 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷം എന്നെ വിട്ടുപോയി. ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സഫാരി TV എന്നെ ക്ഷണിച്ചത് വലിയ സന്തോഷം തന്ന ഒരു കാര്യമായിരുന്നു. എൻ്റെ 40 വർഷം നീണ്ടു നിൽക്കുന്ന പത്രപ്രവർത്തന ജീവിതം, 42 വർഷം, അതിൽ ഇങ്ങനെ തെളിഞ്ഞു നിന്ന ചില സംഭവങ്ങൾ, ഞാനും കൂടി ഭാഗവാക്കായ സംഭവങ്ങൾ, അത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇതിൽ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം, ചില വ്യക്തികളെ പരാമർശിക്കാതെ പോയിട്ടുണ്ടാവാം. അതൊന്നും മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ച് പോകുന്നതാണ്. എന്തായാലും ഈ പരിപാടിയിൽ എനിക്കൊരു അവസരം തന്നതിന് എനിക്ക് സഫാരി TVയോട് വലിയ കൃതജ്ഞതയുണ്ട്. അത് ഞാനിവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.